അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മൃദു രുക്കുമണിയുടെ മുഖഭാവം കണ്ട് ആര് പേടിച്ചു? നമ്മുടെ മൃദു പേടിച്ചു. എന്നിട്ട് ഒരു നീണ്ട നെടുവേർപ്പിട്ടതിന് ശേഷം രുക്കുമണിയോട് മൃദു പറയാൻ തുടങ്ങി. എന്ത്? യാചകൻ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ ധാരാളം കുരുകൾ ഉണ്ടായിരുന്നു, നല്ല പൊള്ളിയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രുക്കുമണിയോട് ആര് പറഞ്ഞു? മൃദു പറഞ്ഞു. അല്ലേ? അതുകൊണ്ട് അങ്ങനെ കാലില് മുറിവുള്ളത് കൊണ്ട് അതുകൊണ്ട് സെഡ് രുക്കുമണി ഗ്രിംലി എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുണ്ട്. കടുത്ത ഭാഷയിലായിക്കൊണ്ട് ആര് പറഞ്ഞു? രുക്കുമണി പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ കാലിൽ മുറിവുള്ളത് കൊണ്ട് ആരുടെ അടുക്കൽ ടേണിംഗ് എങ്ങനെ പറഞ്ഞു? ടേണിംഗ് ടു രവിയിലേക്ക് തിരിഞ്ഞുകൊണ്ട്. മനസ്സിലായോ? രവിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. എന്ത്? You gave the music master's chapel to that old beggar who turns up here. മനസ്സിലാവുന്നുണ്ടല്ലോ? You gave താങ്കൾ രവി നൽകിയിരിക്കുന്നു. എന്ത്? The music master's chapel മ്യൂസിക് അധ്യാപകന്റെ ചെരുപ്പ് നീ നൽകിയിരിക്കുന്നു. ആർക്ക്? ആർക്ക്? To that old beggar യാചകനിക്ക് നീ നൽകിയിരിക്കുന്നു. എങ്ങനത്തെ യാചകൻ? Who turns up here. Turn up എന്ന് പറഞ്ഞാല് ഇവിടെ turns എന്നുള്ള സിംഗുലർ ആണ്. turns ആയി. അപ്പോൾ turn up എന്ന് പറഞ്ഞാല് disappear, അപ്രത്യക്ഷമാവുക. അപ്പോ you gave the music master chapel മ്യൂസിക് അധ്യാപകന്റെ ചെരുപ്പ് നീ നൽകിയോ? ആർക്ക്? to that old beggar വൃദ്ധനായ ആ യാചകനിക്ക് നീ നൽകിയോ? എങ്ങനത്തെ യാചകൻ? who turns up here അവൻ അപ്രതീക്ഷിതമായിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഡിസപ്പിയർ ആയ ആ മനുഷ്യനിക്ക് നീ ആ ചെരുപ്പ് നൽകിയിരിക്കുന്നു. യാചകനിക്ക് ചെരുപ്പ് നൽകിയോ? പിന്നെ children's these days children these days ഇക്കാലത്തെ കുട്ടികൾ. മനസ്സിലായോ? ഇക്കാലത്തെ കുട്ടികൾ ഗ്രോണ്ട് പാറ്റി. ഗ്രോണ്ട് എന്ന് പറഞ്ഞാല് ആർത്തനാദം പുറപ്പെടുവിക്കുന്ന കൂക്കുക. മനസ്സിലായോ? അട്ടഹസിച്ചു. എങ്ങനെ? ചിൽഡ്രൻസ് ദീസ് ഡേയ്സ് ഇക്കാലത്തെ കുട്ടികൾ. മനസ്സിലായോ? ഉമ്മമാരൊക്കെ പറയില്ല, നമ്മൾ അനുഭവിക്കുമ്പോൾ എന്ത് പറയും? ഇക്കാലത്തെ കുട്ടികളെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്ന് പറയില്ല. അതേപോലെ ഒരു പ്രയോഗമാണ് എന്ത്? ചിൽഡ്രൻ ദീസ് ഡേയ്സ് ഇക്കാലത്തെ കുട്ടികൾ എന്ന് ഗ്രോണ്ട് പാറ്റി എന്ത് ചെയ്തു? ആർത്തനാദം വിളിച്ചു, കൂക്കി, അട്ടഹസിച്ചു. ഇങ്ങനെ പറയുന്നത് അട്ടഹസിച്ചു. അമ്മ did not you tell me അമ്മേ did not you tell me താങ്കൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? did not you tell me താങ്കൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? about കർണനെ കുറിച്ച് താങ്കൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? എങ്ങനത്തെ കർണ? who gave away നൽകുക. gave away ആ കർണ എന്താക്കിയിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. everything എല്ലാ വസ്തുവും അവൻ നൽകിയിട്ടുണ്ട്. he had അവനിക്കുണ്ടായ അവന്റെ അടുക്കലുണ്ടായ എല്ലാ വസ്തുവിനെയും ആര് നൽകിയിട്ടുണ്ട്? കർണ നൽകിയിട്ടുണ്ട്. even his gold earrings അവന്റെ സ്വർണത്തിന്റെ കമ്മൽ വരെ. മനസ്സിലായോ? സ്വർണ്ണാഭരണം വരെ അവൻ എന്താക്കിയിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? സ്വർണ്ണ
ചെവി കുത്തുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ ഗോൾഡ് ഇയറിംഗ്സ്, ആ ചെവി കുത്തുന്ന സാധനം പോലും അവൻ നൽകിയിട്ടുണ്ട്, സ്വർണത്തിന്റെ അതുപോലും നൽകിയിട്ടുണ്ട്. അവനായിരുന്നു so kind, വളരെ ദയയുള്ളവനായിരുന്നു. He was so kind, അവൻ വളരെ ദയയുള്ള മനുഷ്യനായിരുന്നു. And generous, ഉദാരമതിയായിരുന്നു. ചോദിക്കുന്നെല്ലാം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അവന്റെ കയ്യിലുള്ളത് കിശനെത്ര നോക്കൂല, അവൻ കൊടുക്കും. അതാണ് ഉദാരൻ. മനസ്സിലായോ? അതായത് നോട്ടിന്റെ കിശന് ആയിരത്തിന്റെ നോട്ടിന്റെ ഇടയിൽ ഒരു 10 രൂപന്റെ അല്ലെങ്കിൽ 20 രൂപന്റെ ഒക്കെ നോട്ട് എടുത്ത് കൊടുക്കുന്നില്ലേ, ഇങ്ങനെ കൊടുക്കാൻ. മനസ്സിലായോ? ഉദാരനായിരുന്നു ആര്? കർണ. അങ്ങനെയൊക്കെയുള്ള ഒരാളെ കുറിച്ച് താങ്കളുടെ അമ്മ താങ്കളെന്നോട് പറഞ്ഞിട്ടില്ലേ? സില്ലി എന്ന് പറഞ്ഞാല് അല്പജ്ഞാനി, ബുദ്ധിയില്ലാത്തവനെ. സില്ലി, ബുദ്ധിയില്ലാത്തവനെ, അല്പജ്ഞാനിയെ, ബുദ്ധി കുറഞ്ഞവനെ. സ്നാപ്ഡ്, രുക്മിണി എന്ത് ചെയ്തു? സ്നാപ്ഡ് എന്ന് പറഞ്ഞാല് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ ഇടയിൽ കയറുക. മനസ്സിലായോ? അപ്പൊ ആര് സംസാരിച്ചുകൊണ്ടിരിക്കുക? രവി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ത്? കർണയെ കുറിച്ച് താങ്കൾ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ ആര്? രുക്മിണി പറഞ്ഞു, സില്ലി, അല്പ ബുദ്ധിയില്ലാത്തവനെ. എങ്ങനെ പറഞ്ഞു? എങ്ങനെ? സ്നാപ്ഡ് ആയിക്കൊണ്ട്. സ്നാപ്ഡ് എന്ന് പറഞ്ഞാൽ സംസാരത്തിന്, ആ സംസാരം കഴിയുന്നതിന്റെ ഇടയിൽ കൂടെ ആര് പറഞ്ഞു? സില്ലി എന്ന് പറഞ്ഞു. എങ്ങനെ? സ്നാപ്പിംഗ്. എങ്ങനെ? സംസാരത്തിന്റെ ഇടയിൽ കയറിക്കൊണ്ട് അവൾ ചാടി വീണുകൊണ്ട് പറഞ്ഞു. കർണ ഡിഡ് നോട്ട്, മനസ്സിലായോ? ബുദ്ധിയില്ലാത്തവനെ. കർണ ഡിഡ് നോട്ട് ഗിവ് അവേ, അവൻ നൽകിയിട്ടില്ല. അതർ പീപ്പിൾസ് തിങ്സ്, മറ്റൊരാളുടെ വസ്തുക്കളല്ല അവൻ നൽകിയത്. മനസ്സിലായോ? കർണ ഡിഡ് നോട്ട് ഗിവ് അവേ, അവൻ നൽകിയിട്ടില്ല. എന്ത്? അതർ പീപ്പിൾസ് തിങ്സ്, മറ്റൊരാളുടെ വസ്തു അവൻ നൽകിയിട്ടില്ല. He only gave away his own. He gave away, അവൻ നൽകിയത് only his own, അവന്റേതായ. his own എന്നാൽ അവന്റെ സ്വന്തം. his own, അവന്റെ സ്വന്തം വസ്തുക്കൾ, അവൻ ഉടമപ്പെടുത്തുന്ന വസ്തുക്കളാണ് അവൻ നൽകിയത്. അല്ലാതെ അവൻ അതേ പീപ്പിൾ പ്രോപ്പർട്ടി, അവരുടെ വസ്തുക്കൾ, അവരുടെ സാധനങ്ങളല്ല കർണ നൽകിയത്. പക്ഷെ നിങ്ങളിവിടെ നൽകിയതോ അവന്റെ മൃദുവിന്റെ സാധനമാണോ? അല്ല. രവിന്റേതാണോ? അല്ല. മീനയുടേതാണോ? അല്ല. ആരുടേതാണ്? വീട്ടിൽ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മ്യൂസിക് അധ്യാപകന്റെ ചെരുപ്പാണ് നൽകിയത്. മനസ്സിലായോ? അതുകൊണ്ട് എന്ന് പറഞ്ഞു രുക്മിണി അല്പജ്ഞാനിയെ അവൻ നൽകിയത് അവന്റെ വസ്തുവാണ്, അല്ലാതെ നിങ്ങൾ നൽകിയതുപോലെ മറ്റൊരാളുടെ വസ്തുവല്ല അവൻ നൽകിയത്. അവൻ സ്വന്തം അവനെ ഉടമപ്പെടുത്തുന്ന വസ്തുവാണ് നൽകിയത്. ആരെ? കർണ. പക്ഷേ മൈ ചപ്പൽസ്, എന്റെ ചെരുപ്പ് would not have fitted the beggar's feet, അതെന്താവുമായിരുന്നില്ല? would not have fitted, അത് ഫിറ്റ് ചെയ്യുകയില്ല. മനസ്സിലാകുന്നല്ലോ? would not have fitted, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അത് ഫിറ്റ് ആവുന്നില്ല, യോജിക്കുന്നില്ല, പാകമാവുന്നില്ല. ആ എന്റെ ചെരുപ്പ് പാകമാവുമായിരുന്നില്ല. ആരിലേക്ക്? would not have fitted, അത് പാകമാവുമായിരുന്നില്ല. ആരിലേക്ക്? the beggar's feet, ആ യാചകന്റെ കാലിലേക്ക് എന്റെ ചപ്പൽ അത് പാകമാവുന്നില്ല. അങ്ങനെ രവി എന്ത് ചെയ്തു? റഷ്ഡ്, അവൻ കുതിച്ചു, മുന്നോട്ടേക്ക് നീങ്ങി, മുന്നോട്ടേക്ക് പോയി. മനസ്സിലായോ? എങ്ങനെ മുന്നോട്ട് പോയി? പറയുന്നവനായിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയി. മനസ്സിലായോ? അവൻ തുടർന്നു എന്നർത്ഥം. അങ്ങനെ എന്റെ ചെരുപ്പ് ആ യാചകന്റെ കാലിന് പാകമാവുമായിരുന്നില്ല. എന്നിട്ട് അവൻ റെസ്റ്റ്, അവൻ വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനെ? ബ്രാഷ്ലി. മനസ്സിലായോ? ബ്രാഷ്ലി എന്ന് പറഞ്ഞാല് ബ്രാഷ്ലി ഓൺ, ബ്രാഷ്ലി ധിക്കാരത്തോടെ അവൻ റഷ്ഡ് ഓൺ, മുന്നോട്ടേക്ക് ഗമിച്ചു, മുന്നോട്ടേക്ക് പോയി. മനസ്സിലായോ? എന്നിട്ട് എന്ത് പറഞ്ഞു? ധിക്കാരപൂർവം അവൻ പറഞ്ഞു. എന്തിനു ശേഷം? മൈ ചപ്പൽ would not have fitted beggar's feet, യാചകന്റെ കാലിന് എന്റെ ചെരുപ്പ് പാകമാവുമായിരുന്നില്ല. എന്നിട്ട് എന്തു പറഞ്ഞു? and അമ്മേ, പിന്നെ if they did fit, അവ യോജിക്കുമാവുമായിരുന്നെങ്കിൽ. മനസ്സിലായോ? യോജിക്കും
പഠിക്കുകയാണെങ്കിൽ, അവ പാകമാവുമായിരുന്നെങ്കിൽ, അവ കറക്റ്റാവുമായിരുന്നെങ്കിൽ, would you really not have minded? താങ്കൾ അത് ഇഷ്ടപ്പെടുമായിരുന്നില്ലേ? മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഇഷ്ടപ്പെടുകയില്ലേന്ന്. എന്ത്? ആ ചെരുപ്പ് എനിക്ക്, എന്റെ ചെരുപ്പ് യാചകനിക്ക് ഫിറ്റ് ആവുന്നു. അങ്ങനെ ആ ചെരുപ്പ് എന്ത് ചെയ്യുന്നു? യാചകന് ഫിറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ യാചകനിക്ക് എന്റെ ചെരുപ്പ് ഫിറ്റ് ആവുകയാണെങ്കിൽ താങ്കൾ ഇഷ്ടപ്പെടുമായിരുന്നോ? മനസ്സിലായോ? എന്ത്? കർണൻ കൊടുത്തത് എന്താ? സ്വന്തം വസ്തു. ഇവൻ കൊടുത്തതോ മറ്റൊരാളുടെ വസ്തു. അപ്പൊ അതിന്റെ പേര് എന്തായി? അമ്മയുടെ അടുക്കൽ നിന്ന് ശകാരം കേട്ടു, ചീത്ത കേട്ടു. കർണൻ കൊടുത്തത് മറ്റൊരാളുടെ സ്വത്തല്ല, സ്വന്തം സ്വത്താ കൊടുത്തത്. അപ്പൊ അതിലെന്ത് മനസ്സിലാക്കണം? കൊടുക്കുമ്പോൾ സ്വന്തം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രവിയുടെ അടുത്ത ചോദ്യം, എന്റെ ചെരുപ്പ് പാകമാവുമായിരുന്നെങ്കിൽ, മനസ്സിലായോ? ഞാൻ എന്താവത് കൊടുക്കും. അതിനുശേഷം പറഞ്ഞു എന്ത്? അങ്ങനെ ഞാൻ കൊടുത്തു. അങ്ങനെയെങ്കിൽ would you really not have minded? താങ്കൾ അത് ഇഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ. മനസ്സിലായോ? അങ്ങനെ ചെരുപ്പ് കൊടുത്താലും അത് താങ്കൾക്ക്, അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ. മനസ്സിലായോ? നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ കൊടുത്താലും അത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ലാലോ എന്ന് പറഞ്ഞു. ഇഷ്ടമാവില്ലാലോ എന്ന് പറഞ്ഞു. അങ്ങനെ രവി എന്ത് ചെയ്തു? സെഡ് രുക്മിണി. രവി എന്ന് ആര് പറഞ്ഞു? സെഡ് രുക്മിണി. രുക്മിണി പറഞ്ഞു. വെരി ആംഗ്രി നൗ. ഇപ്പോൾ എന്തായിട്ടുണ്ട്? രുക്മിണി കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തേക്കാളും കൂടുതൽ അവൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ത്? രവിയുടെ വായളവുകൊണ്ട് രുക്മിണി എന്തായിട്ടുണ്ട്? കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഗോ ഇൻസൈഡ് ദിസ് മിനിറ്റ്. ഗോ ഇൻസൈഡ്. അകത്തേക്ക് പോകൂ. ഗോ ഇൻസൈഡ്. അകത്തേക്ക് പോകൂ. ദിസ് മിനിറ്റ്. ഈ സമയം തന്നെ ഉള്ളിലേക്ക് പോ എന്ന് ആരോട് പറഞ്ഞു? രവി. ഗോ ഇൻസൈഡ് ദിസ് മിനിറ്റ്. ഈ സമയം തന്നെ എന്ത്? അകത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു. She hurried indoors. അവൾ ഉള്ളിലേക്ക് കുതിച്ചു. She hurried. അവൾ കുതിച്ചു. പെട്ടെന്നായി, ധൃതിയിലായി. എവിടത്തേക്ക്? ഇൻഡോർ. അകത്തേക്ക്. ഇൻഡോർ എന്ന് പറഞ്ഞാല് അകം, ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പുറം. മനസ്സിലായോ? ഇൻഡോർ. She hurried indoor. അവൾ ഉള്ളിലേക്ക് കുതിച്ചു. And brought out. She brought out. അവൾ എന്ത് ചെയ്തു? തിരിച്ച് കൊണ്ടുവന്നു. ഉള്ളിലേക്ക് പോയി എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്ത്? ഗോപു മാമാസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പൽ. ഗോപു മാമയുടെ. മനസ്സിലായോ? ഗോപു മാമയുടെ എന്ത്? ഹാർഡ്ലി വോൺ. അല്പം ഉപയോഗിച്ച. മനസ്സിലായോ? ഹാർഡ്ലി ഇവിടെ അർത്ഥം കടുത്ത എന്ന് പറയട്ടെ, കട്ടിയുള്ള എന്നല്ല അർത്ഥം. ഇവിടെ എന്ത്? ലിറ്റിൽ. അല്പം. മനസ്സിലായോ? ഹാർഡ്ലി, ലിറ്റിൽ. മനസ്സിലായോ? അപ്പൊ ഗോപു മാമയുടെ അല്പം, കുറച്ച്, വിരളമായി വോൺ ധരിച്ച. വിയറിന്റെ പാസ്റ്റ്. വോൺ ധരിച്ച. ഹാർഡ്ലി വോൺ വിരളമായി ധരിച്ച ന്യൂ ചപ്പൽ പുതിയ ചെരുപ്പ് ബ്രോട്ട് ഔട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. എങ്ങനെ? ഷീ ഹറിഡ് ഇൻസൈഡ് ഇൻഡോർ. ഉള്ളിലേക്ക് അവൾ കുതിച്ചു. എന്നിട്ട് ഗോപു മാമാസ് ഹാർഡ്ലി വോൺ. ഗോപു മാമ എന്ത്? വളരെ വിരളമായി ധരിച്ച. മനസ്സിലായോ? ന്യൂ ചപ്പൽ അവൾ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ദീസ് ഷുഡ് ഫിറ്റ് യു. ദീസ് ഈ ചെരുപ്പുകൾ, ഇവ ഷുഡ് ഫിറ്റ് യു. താങ്കൾക്ക് പാകമാകും. സർ ഇത് നിങ്ങൾക്ക് പാകമാകും. പ്ലീസ് പുട്ട് ദിസ് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാല് പുട്ട് ഓൺ ധരിക്കുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാല് അഴിക്കുക. മനസ്സിലായോ? പുട്ട് ഓൺ ധരിക്കുക, പുട്ട് ഓഫ് അഴിക്കുക. ചെരുപ്പ്, വസ്ത്രമൊക്കെ ധരിക്കുന്നതിനും അഴിക്കുന്നതിനും പുട്ട് ഓൺ, പുട്ട് ഓഫ്. ഓക്കെ? അപ്പൊ പ്ലീസ് പുട്ട് ദിസ് ഓൺ. ഈ ചെരുപ്പ് ധരിക്കൂ. ഐ ആം സോറി. എന്നോട് ക്ഷമിക്കണം. ഐ ആം സോ സോറി. എന്നോട് ക്ഷമിക്കണം. മൈ സൺ ഹാസ് ബീൻ വെരി നോട്ടി. മൈ സൺ
എന്റെ മകൻ has been very naughty. My son has been very naughty. Has been tense past sorry present perfect മനസ്സിലായോ present perfect has been പിന്നെ എന്താ പറഞ്ഞേ very naughty naughty എന്ന് പറഞ്ഞാൽ has been very naughty അവൻ എന്തായിട്ടുണ്ട് താന്തോന്നിയായിട്ടുണ്ട് തോന്നിയവാസിയായിട്ടുണ്ട് മനസ്സിലായോ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്യും താന്തോന്നി മനസ്സിലായോ തോന്നിയാസിയായിട്ടുണ്ട് അവൻ എന്തായിട്ടുണ്ട് തോന്നിയാസിയായിട്ടുണ്ട് മകൻ എന്റെ മകൻ തോന്നിയാസിയായിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അവന് ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ചെയ്യും താന്തോന്നിയായിട്ടുണ്ട് ദി മ്യൂസിക് മാസ്റ്റേഴ്സ് ഐസ് മ്യൂസിക് മാസ്റ്ററുടെ കണ്ണുകൾ ലൈറ്റ് അപ്പ് അതെന്തായിട്ടുണ്ട് ലൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ പാസ്റ്റ് ആണ് ഇത് മനസ്സിലായോ ലൈറ്റ് അപ്പ് അതെന്തായിട്ടുണ്ട് പ്രകാശിച്ചിട്ടുണ്ട് മ്യൂസിക് മാസ്റ്ററുടെ കണ്ണുകൾ അത് പ്രകാശപൂരിതമായിട്ടുണ്ട് he put them on അവൻ put them on ആ ചെരുപ്പ് എന്തായി ധരിച്ചു ട്രൈ എങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് ട്രൈ പരിശ്രമിച്ചുകൊണ്ട് എങ്ങനെ not to look too happy വളരെയധികം സന്തുഷ്ടവാനല്ല എന്ന് തോന്നിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് കാരണം പുതിയ ചെരുപ്പ് കിട്ടി അപ്പോ പഴയ ചെരുപ്പ് നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ധാരാളം നല്ല സന്തുഷ്ടവാനാവാത്ത വിധം അവൻ പരിശ്രമിച്ചുകൊണ്ട് ഗോപുമാമയുടെ ചെരുപ്പ് ധരിച്ചു മനസ്സിലായോ ഈ പുട്ട് ഓൺ ആ ചെരുപ്പ് അവൻ ധരിച്ചു എങ്ങനെ ട്രെയിൻ പരിശ്രമിച്ചുകൊണ്ട് എങ്ങനെ എന്തിനു പരിശ്രമിക്കുക നോട്ട് ടു ലുക്ക് ടു ഹാപ്പി വളരെ സന്തുഷ്ടവാനാണെന്ന് ലുക്ക് തോന്നിപ്പിക്കാതിരിക്കാൻ മനസ്സിലായോ ടു ലുക്ക് നോട്ട് ടു ഹാപ്പി മനസ്സിലായോ വളരെയധികം സന്തുഷ്ടമാണ് പുതിയ ചെരുപ്പ് കിട്ടിയതിൽ സന്തോഷമുണ്ട് ആ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ആ ചെരുപ്പ് അവൻ ധരിച്ചു നന്നായി ഏതായാലും നന്നായി പഴയ ചെരുപ്പ് പോയാലും കുഴപ്പമില്ല എന്തായി ഒരു ചെരുപ്പിടാൻ കിട്ടിയല്ലോ വെൽ നല്ലതല്ല ഐ സപ്പോസ് ഞാൻ ഭാവിക്കുന്നു ഞാൻ ഭാവിക്കുന്നു സങ്കല്പിക്കുന്നു എന്ത് ഈ കുട്ടികൾ will have to do ഈ കുട്ടികൾ ഇത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലായോ ഞാൻ ചിന്തിക്കുന്നത് ഈ കുട്ടികൾ will have to do ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം എന്താ ഇങ്ങനെ കുറെ അവര് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം these days ഈ ദിവസത്തെ ചിൽഡ്രൻസ് ഹാവ് ഇക്കാലത്തെ കുട്ടികൾ ഹാവ് നോ റെസ്പെക്ട് ഒരു ബഹുമാനവുമില്ല മനസ്സിലായോ these days children have no respect അവർക്ക് ഒരു ബഹുമാനവുമില്ല ആരോട് for elders elder മൂത്തവർ മനസ്സിലായോ തന്നെക്കാളും വയസ്സ് ഏറിയവർക്ക് എന്ത് പറയും മൂത്തവർ മനസ്സിലായോ പിന്നെ എൽഡർ യങ്ങർ എന്ന് പറഞ്ഞാല് ഇളയവർ മനസ്സിലായോ യങ്ങർ എൽഡർ അപ്പൊ ഓപ്പോസിറ്റ് രണ്ടും അപ്പൊ യങ്ങർ എന്ന് പറഞ്ഞാല് നമ്മളെ കാട്ടിൽ ഇളയവർ എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്തവർ അപ്പൊ these days children have no respect for elder മൂത്തവരോട് ഇക്കാലത്തെ കുട്ടികൾക്ക് no respect അവർക്ക് have no respect ഒരു ബഹുമാനവുമില്ല ആരോട് elder മൂത്തവരോട് യാതൊരുവിധ ബഹുമാനവുമില്ല അതുകൊണ്ട് ഇവര് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം ഇത് ചെയ്യാൻ കാരണം എന്താ അവർക്ക് മൂത്തവരോട് ഒരു ബഹുമാനമില്ല അപ്പൊ ഇതുവല്ല അതിനപ്പുറം അവര് ചെയ്യും എന്ന് പറഞ്ഞു വാട്ട് ടു ഡു എന്ത് ചെയ്യും വാട്ട് ടു ഡു എന്താ ഇപ്പൊ ചെയ്യാ കാരണം അവർക്ക് ബഹുമാനം ഇല്ലാണ്ടായിപ്പോയി മൂത്തവരോട് ബഹുമാനം ഇല്ലാണ്ടായിപ്പോയി എന്ത് ചെയ്യാനാ മനസ്സിലായോ അപ്പൊ എടുക്കുന്ന സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ സംശയം ഞാൻ ചിലര് സംശയമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കുറെ കുട്ടികള് നോട്ട്സ് അയച്ചു തരുന്ന കാരണത്താല്
നേരം തന്നെ ഞാൻ റീപ്ലൈ കൊടുക്കാൻ കഴിയിട്ടില്ല. അപ്പോൾ എന്താണ് റീപ്ലൈ വൈകി പോകുന്നതിന് തന്നെ ചിന്തിക്കണ്ട കേട്ടോ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് കുട്ടികളൊക്കെ വാട്സപ്പിൽ തന്നെ അയച്ചു തരുന്നു. അപ്പോൾ ചിലപ്പോൾ രാത്രി ആയിട്ട് തോന്നുന്നൊക്കെ ജസ്റ്റ് ചിലപ്പോൾ വെറുതെ അവർ അയച്ചാന്നോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി സ്ക്രോൾ ചെയ്യും. അപ്പോൾ ഓൺലൈനിൽ ചിലപ്പോൾ കാണും. അപ്പോൾ കണ്ടാൽ ഇൻഷാല്ലാ ഞാൻ അയച്ചു തരും. പിന്നെ കണ്ടിട്ട് ചിലപ്പോൾ മറന്നു പോയതേ ഉണ്ടാവും, പിന്നെ അയച്ചു കൊടുക്കാൻ അതിൽ വിഷയമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ചില ജസീലെ പോലത്തെ കുറച്ച് കുട്ടികളുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.